Hello guys, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. So today I'm presenting my first week of fourth semester at Thashkent State Medical University. അങ്ങനെ സെക്കൻഡ് ഇയറിൻ്റെ ലാസ്റ്റ് സെമിസ്റ്ററാണ് ഇത്. നമുക്ക് ഈ ഒരു സെമിസ്റ്റർ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്താൽ വേഗം വീട്ടിലോട്ട് പോകാമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. ഫസ്റ്റ് ക്ലാസ്സിൽ പോകുമ്പോൾ വരെ വി വർ ടോക്കിംഗ് അബൌട്ട് ദാറ്റ്. ആൻഡ് യെസ്, നമുക്ക് ലാസ്റ്റ് സെമിസ്റ്റർ പ്രീവിയസ് സെമിസ്റ്റേഴ്സിലൊന്നും ഇല്ലാത്ത കുറേ ലൈക്ക് 2 സബ്ജക്ട്സ് സൈക്കോളജി ആൻഡ് ബയോ എത്തിക്സ് ഈ ഒരു സെമിസ്റ്ററിൽ നമുക്കുണ്ട്. ബട്ട് ഫിസിയോളജി, ബയോകെമിസ്ട്രി ആൻഡ് മൈക്രോബയോളജി ഒക്കെ പ്രീവിയസ് സെമിസ്റ്റേഴ്സിൽ നമുക്ക് ഉണ്ടായിരുന്നതാണ്. ആൻഡ് നമ്മളുടെ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് മൈക്രോബയോളജിയാണ് ഗൈസ്. ഇതാണ് നമ്മളുടെ മൈക്രോബയോളജിൻ്റെ സർ. നമ്മൾ ആക്ച്വലി സാറിനെ ഫസ്റ്റ് കണ്ടപ്പം വി വർ റിയലി ടെറിഫൈഡ്. ലൈക്ക് സാർ കുറച്ച് സീരിയസ് പോലെയായിരുന്നു. ബട്ട് ആക്ച്വലി ഹീസ് ഫൺ, ഹീസ് ക്യൂട്ട്. നമുക്കെല്ലാം പറഞ്ഞൊക്കെ തരും. ബട്ട് അറ്റ് ദ സെയിം ടൈം നല്ലോണം ക്വസ്റ്റ്യൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. എനിവേ, മൈക്രോബയോളജി ലാസ്റ്റ് സെമിസ്റ്ററിനെക്കാട്ടി വി ഫൈൻഡ് ദിസ് സെമിസ്റ്റർ ബിറ്റ് മോർ വാട്ട് ടു സേ കുറച്ചുകൂടി ഇൻഫോർമേറ്റീവ് ഒക്കെ ആയിട്ട് ക്ലാസ് എടുക്കുന്നത് ഈ ഒരു സെമിസ്റ്ററിലാണെന്ന് തോന്നുന്നു. ബിക്കോസ് നമുക്ക് 2 പ്രൊഫസേഴ്സ് ഉണ്ട്, ഒരു മെയിൻ പ്രൊഫസർ ആൻഡ് ഹിസ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ. മാം നമുക്ക് ലെക്ചർ എടുത്തതിന് ശേഷം കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ തരുമായിരുന്നു. നമ്മളുടെ ഫസ്റ്റ് ക്ലാസ്സിൽ വി ഹാഡ് സം കൈൻഡ് ഓഫ് ഇതേപോലെയുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് മൈക്രോ ഓർഗാനിസംസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അവരുടെ ആക്ടിവിറ്റീസൊക്കെ റിലേറ്റ് ചെയ്ത് അതിന് ബന്ധമില്ലാത്ത വേറെ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ട് വി ഷുഡ് മേക്ക് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഒരു മൈക്രോ ഓർഗാനിസമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത്. സോ അങ്ങനെയുള്ള കുറച്ച് കിൻഡർ ഗാർഡൻ കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസൊക്കെ മാം നമുക്ക് തരാറുണ്ട്. ബട്ട് ഇടയ്ക്ക് നല്ല പണിയും തരാറുണ്ട്. സോ ആഫ്റ്റർ ക്ലാസ് നമ്മൾ തിരിച്ച് അപ്പാർട്ട്മെൻറ്റിലോട്ട് പോയില്ല, വേഗം ഖുർസിങ്കയിലോട്ടാണ് പോയത്. ബിക്കോസ് നമുക്ക് റമദാൻ ഷോപ്പിംഗ് അതും കൂടി ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ ഒരു വീഡിയോസൊക്കെ നമ്മൾ റമദാന് മുന്നേ എടുത്തതാണ്. ലൈക്ക് ഈ ഒരു ഫസ്റ്റ് വീക്ക് ഓഫ് ഫോർത്ത് സെമിസ്റ്ററിൻ്റെ ഒരു എൻഡിലാണ് നമുക്ക് റമദാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ റമദാനിലേക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങി വെക്കണമായിരുന്നു. നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ആ ഒരു മന്തിലെ സേവിങ്സ് മൊത്തം ഞാൻ എൻ്റെ റമദാൻ ഷോപ്പിംഗ് ഫുഡിന് വേണ്ടി ഞാൻ ചിലവഴിച്ചു ഗൈസ്. സോ ആഫ്റ്റർ ഷോപ്പിംഗ് നമ്മൾ വേഗം ക്ലീനിങ് പരിപാടിയിലോട്ട് കടന്നു. ഓരോരുത്തരും ഓരോ ടീമായിട്ട് ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് നനച്ചുക്ലി ചെയ്യണം. നമ്മൾ അപ്പാർട്ട്മെൻറ്റ് കുറച്ച് മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. ആൻഡ് റമദാൻ ഇസ് കമ്മിങ് ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലീൻ ആക്കണം എന്നുള്ളത് കൊണ്ട് എന്തൊക്കെയോ തട്ടിക്കൂട്ടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി എല്ലാം ഒരു ക്ലാഷ് ആയിപ്പോയി. യൂണിവേഴ്സിറ്റി റീ ഓപ്പണിങ്ങും അലോങ് വിത്ത് ദാറ്റ് ഈ ഒരു റമദാനൊക്കെ കൂടെ വന്നപ്പോൾ നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടി തട്ടിക്കൂട്ടി ചെയ്യേണ്ട ഒരു അവസ്ഥയായി. ബിക്കോസ് നമ്മൾ പൊതുവേ ഈ ഒരു സെം ബ്രേക്ക് കിട്ടുമ്പോൾ ഒന്നും ചെയ്യാറില്ല. ഇപ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. സെം ബ്രേക്കിൽ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെറുതെ ഇരുന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ ഇപ്പോൾ ഇതാ എല്ലാം കൂടി ചടപടെ തീർക്കുകയാണ്. ആൻഡ് നമ്മളിന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുകയാണ് ഞാൻ. അബ്രോഡ് മെഡിസിൻ നോക്കുന്ന കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഹൗ ഡു യു മാനേജ് യുവർ അപ്പാർട്ട്മെൻറ്റ് ലൈഫ് അലോങ് വിത്ത് സ്റ്റഡീസ്. ഐ തിങ്ക് ഐ എം ഹാപ്പി ഹിയർ ബിക്കോസ് എനിക്ക് ഇവിടുത്തെ ഹോസ്റ്റലിലുള്ള മെസ്സ് തീരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ആക്ച്വലി ഹോസ്റ്റലിലായിരുന്നില്ല മെസ്സ് കൊടുത്തിരുന്നത്, നമ്മൾ വേറൊരു ടീമിനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഹോസ്റ്റൽ എൻവയറമെൻ്റ് ഒക്കെ അടിപൊളിയായിരുന്നു, അവിടുത്തെ മാനേജ്മെൻറ്റൊക്കെ. പക്ഷേ എനിക്ക് ഈ മെസ്സ് കൊടുത്ത ആ ഒരു ലാസ്റ്റ് സെം ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ ടീമിനെ മാറ്റിയിട്ടുണ്ടായിരുന്നു, മെസ് ടീമിനെ. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് അധികം കുറ്റം പറയാനും പറ്റില്ല. ബിക്കോസ് ഇവിടെ നമ്മൾ ഇന്ത്യൻ സ്പൈസസും ഒക്കെ ഭയങ്കര അവൈലബിലിറ്റി കുറവാണ്. അപ്പോഴാണ് സീനിയേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ അവർ അപ്പാർട്ട്മെൻ്റ് എടുത്ത് മാറും, അതാണ് കുറച്ചുകൂടി നല്ലതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് മെസ് ഫുഡൊക്കെ ഓക്കെ ആണെന്നുള്ളവർക്ക് ഹോസ്റ്റലിൽ കണ്ടിന്യൂ ചെയ്യുന്നതുകൊണ്ടും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഹോസ്റ്റലൊന്ന് ചൂസ് ചെയ്തിട്ട് വേറെ മെസ് ടീമിനെ കൊടുക്കുക, അതൊക്കെ ഓക്കെയാണ്. അങ്ങനെയും ചെയ്യുന്നവരുണ്ട് കേട്ടോ. ട്യൂസ്ഡേ നമ്മൾ സൈക്കോളജി ക്ലാസ്സിനാണ് പോണത്. എനിക്ക് ഇവിടെ തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് ഈ വിൻ്റർ ടൈമിൽ ഏർലി മോർണിംഗ് ക്ലാസ്സസ്. എനിക്ക് കേട്ടോ, ഞാൻ പേഴ്സണലി ഒരു വിൻ്റർ പേഴ്സൺ അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സ്നോ ഒക്കെ കാണാൻ ഇഷ്ടമാണ്. പക്ഷേ ഈ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ആ ഒരു മൂഡി വൈബ് എന്നെയും ഭയങ്കര മൂടിയാക്കും. ഞാൻ ക്ലാസ്സിലേക്ക് ഇല്ല എന്നൊക്കെ ചിലപ്പോൾ പറയും. ബട്ട് അറ്റൻഡൻസ് ഇവിടെ നിർബന്ധമാണ്. ഭയങ്കര ഇഷ്യൂ ആണ് അറ്റൻഡൻസ് കുറഞ്ഞാലൊക്കെ. അതുകൊണ്ട് നമ്മൾ വേഗം മാറ്റി വരും. ആൻഡ് ടുഡേ ഇത് നമ്മളെ ഫസ്റ്റ് സൈക്കോളജി ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ നേരത്തെ കാലത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം നമ്മൾ ക്ലാസ്സസൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ആൻഡ് വെരി നെക്സ്റ്റ് ഡേ, അതായത് വെനസ്ഡേ, നമുക്ക് ബയോ എത്തിക്സ് ആണ്. ബയോ എത്തിക്സിൻ്റെ ഒരു വീഡിയോ ക്ലിപ്സും സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിലില്ല. നമുക്ക് ആക്ച്വലി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ബയോ എത്തിക്സ് ക്ലാസ് ഉണ്ടാവാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ വീഡിയോസൊന്നും എടുക്കാനല്ല, വീഡിയോസ് എന്നല്ല സംസാരിക്കാൻ തന്നെ അലൗഡ് അല്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ആ ഒരു കോമ്പൗണ്ട് മൊത്തം.
സോ ആ ഒരു പേടിയിൽ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല, ബിക്കോസ് ഫസ്റ്റ് ക്ലാസ് തന്നെ ആയതുകൊണ്ട് വെറുതെ സീനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. സോ ഗായ്സ്, നമ്മൾ ഈ ഒരു വീക്കെൻഡ് ലാസ്റ്റിലോട്ട് എത്തി. സോ ഇറ്റ്സ് തേഴ്സ്ഡേ ഗായ്സ്. തേഴ്സ്ഡേ നമുക്ക് ഫിസിയോളജിയാണ്. നമുക്ക് ലാസ്റ്റ് സെമിസ്റ്ററിൽ ഉണ്ടായിരുന്ന ലെക്ചറർ തന്നെയാണ് നമുക്ക് ഈ ഇയറിലുള്ളത്. ലെക്ചററും നമ്മൾ പ്രാക്ടിക്കൽ സെഷനിലൊക്കെ സാറ് തന്നെയാണ്, അടിപൊളിയായിട്ട് പഠിപ്പിക്കും. സോ ലെക്ചർ ക്ലാസ്സും പ്രാക്ടിക്കൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. കുറച്ചൊക്കെ ഇവിടെ തണുപ്പ് മാറി മാറി വരുന്നു. ആക്ച്വലി കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ചൂടൊക്കെ, പിന്നെ അഗെയിൻ തണുപ്പിലോട്ട് തന്നെ പോയി. സോ നമ്മൾ വീട്ടിലോട്ട് വന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. എൻ്റെ നോമ്പ് നാളെ മറ്റന്നാളെ തുടങ്ങുകയാണ്. സോ നമ്മൾ വിചാരിച്ചു കുറച്ച് ബൾക്കായിട്ട് കട്ട്ലെറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ നമുക്ക് വേഗം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. ഈ ഒരു സെമിസ്റ്ററിൽ നമുക്ക് ആക്ച്വലി ഓൾമോസ്റ്റ് എല്ലാ ക്ലാസ്സസും ആഫ്റ്റർനൂൺ ക്ലാസ്സസ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള സമയമാകും. സോ ഇങ്ങനെ ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ല ഐഡിയ എന്ന് തോന്നിയിട്ട് അങ്ങനെ കട്ട്ലെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഇപ്പോൾ ഇങ്ങനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇത്ര ബൾക്കായിട്ടൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. വീട്ടിലാണെങ്കിലും കട്ടിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയിരുന്നു എൻ്റെ മേഖല. ബട്ട് കുക്കിംഗ് തന്നെ ഇപ്പോൾ വേറൊരു എനിക്ക് പ്രൊമോഷൻ കിട്ടിയ പോലായി. ഇത് ആക്ച്വലി ഫ്രൈഡേയിൽ എടുത്തിട്ടുള്ള ക്ലിപ്സാണ്. നമുക്ക് നോമ്പുണ്ടായിരുന്നു അന്ന്. നമ്മൾ തലേന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കട്ട്ലെറ്റ്സൊക്കെ കഴിച്ച് ഒരു തട്ടിക്കൂട്ട് നോമ്പോരൊക്കെ സെറ്റ് ചെയ്തു. ഇറ്റ് വാസ് ഫൺ ബിക്കോസ് നമ്മൾ ഫ്രണ്ട്സായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൊരു നോമ്പ് തറ. ആൻഡ് നെക്സ്റ്റ് ഡേ സാറ്റർഡേ നമുക്ക് ക്ലാസ് ഉണ്ട്. ബയോകെമിസ്ട്രി ആണ്. ബയോകെമിസ്ട്രി ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അവിടെ ഡീനാണ് നമ്മളെ പ്രൊഫസർ. സോ അന്നും എനിക്ക് കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ക്ലാസ് കഴിഞ്ഞ് നമുക്ക് നോമ്പിനേക്കുള്ള കറി ഉണ്ടാക്കണം. അൽഹംദുലില്ലാ അന്നത്തെ നോമ്പും നല്ല റാഹത്തായി. സോ വെള്ളമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ആക്ച്വലി നമ്മൾ വാട്ടർ റീഫിൽ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത്. ലാസ്റ്റ് ഇയറിലൊക്കെ നമ്മൾ 12,000 സോമൊക്കെ എവറി റീഫിൽ നമ്മൾ കൊടുക്കുമായിരുന്നു. ബട്ട് ഇത് കുറച്ചുകൂടി പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്. സോ ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് താഴെ റിലാക്സ്ഡ് ആയിട്ട് കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നാളെ ക്ലാസ് ഇല്ലല്ലോ, അപ്പോൾ ഇന്ന് എത്ര ലേസി ആയാലും കുഴപ്പമില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, ബൈ.